പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്ര സംഘം വയനാടെത്തി കളക്ടറേറ്റിലെത്തി വിവരങ്ങൾ തേടിയ ശേഷം ദുരന്തഭൂമിയിലെത്തി. വയനാട്ടിൽ നിന്നും വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കേന്ദ്ര സംഘം എത്തുന്നു, പല പരിശോധനകളും നടത്തുന്നു, കളക്ടറേറ്റിലെത്തി വിവരങ്ങൾ ആരായുന്നു, ദുരന്തഭൂമിയിലേക്ക് എത്തുന്നു. ഇനി അടുത്ത നടപടി എന്താണ്? ഈ ജനകീയ തെരച്ചിലടക്കം നിർത്തിവെച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെ കരുതലുകളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി അവിടെ എടുത്തിട്ടുള്ളത്? ക്രിസ്റ്റീന, പ്രധാനമായും കേന്ദ്ര സംഘം ഇതിൽ കൃത്യമായി തന്നെ വയനാട്ടിലേക്ക് എത്തുകയും അവരുടെ പഠനവും വിലയിരുത്തലും ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് എത്തി കലക്ട്രേറ്റിൽ നമ്മുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി അവർ ചർച്ച നടത്തിയത്. ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഗ്രാമവികസന വകുപ്പ്, ഊർജ്ജ വകുപ്പ് തുടങ്ങി എല്ലാ ജിയോളജിക്കൽ വകുപ്പ് ഉൾപ്പെടെ ഈ ഒരു പുനർനിർമ്മാണത്തിന് ആവശ്യമായി അതിനുവേണ്ട നടപടികൾ എടുക്കേണ്ട എല്ലാ വകുപ്പിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേന്ദ്ര സംഘത്തിൽ ഉള്ളത്. ഇവരെത്തി ഈ ചർച്ചയിൽ പ്രധാനമായും കേരളം ആവശ്യപ്പെട്ടത് ഒരു അതിതീവ്ര ദുരന്തമായി ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് കേരളം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2000 കോടിയുടെ പുനർനിർമ്മാണത്തിന് അത്രയും പണം ആവശ്യമാകും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമായിട്ടുള്ള ഉണ്ടായ ഉരുൾപൊട്ടലിൽ 1200 കോടിയുടെ നാശനഷ്ടമാണ് നിലവിൽ കണക്കാക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്ര സംഘത്തിന് മുൻപിൽ കേരളം അവതരിപ്പിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു. ഇതിൽ നിന്ന് ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കേരളത്തിനും ഉള്ളത്. കാരണം വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് വലിയ ഒരു തുക ആവശ്യമാണ്. അതിന് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ സൈനിക സേന വന്ന് ഇവിടെ തിരച്ചിൽ നടത്തിയതടക്കം ഒരുമിച്ചാണ് ഇതുവരെയും കേന്ദ്രവും കേരളവും നിൽക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലും ഒരു അനുകൂല നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേന്ദ്ര സംഘത്തിൻ്റെ ഇന്നത്തെ ഈ വരവിനെ കാണുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവർ റിപ്പോർട്ട് കൈമാറും. നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ മുണ്ടക്കയും ചുരൽമലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയും അവിടെ എത്തുകയും ചെയ്യും. തുടർന്ന് അവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായി, അതിൻ്റെ തുടർ പഠനങ്ങൾ, അതിൻ്റെ വിലയിരുത്തലുകൾ ഒക്കെ ആയിരിക്കും കേന്ദ്ര സംഘത്തിൻ്റെ മുൻപിലുള്ള മുഖ്യ അജണ്ട. ഇതൊരു ഗൗരവമുള്ള വിഷയമാണെന്നും വയനാട്ടിലുണ്ടായതൊരു വലിയ ദുരന്തമാണ് എന്നുള്ളതും അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്ര സംഘം വയനാട്ടിലെത്തി. അവിടെ അവരൊരു പ്രാഥമിക വിവരശേഖരണവും പഠനവും നടത്തി. ഈ റിപ്പോർട്ട് നാളെ പ്രധാനമന്ത്രിയെ അറിയിക്കും. ഒപ്പം തന്നെ ഇവിടെ സംഭവിച്ച ദുരന്തം, അതിൻ്റെ കാരണം, അതിൻ്റെ ആഘാതം, അതേത് രീതിയിൽ നേരിടണം തുടങ്ങിയ കാര്യങ്ങളും തുടർ പഠനങ്ങളിൽ ഉൾപ്പെടുത്തും. കളക്ടറേറ്റിലെത്തി വിവരങ്ങൾ ആരാഞ്ഞ സംഘം ചുരൽമല, മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയൻ.